ജീവിതം തിരികെ പിടിക്കാനുള്ള ദുരന്തബാധിതരുടെ നെട്ടോട്ടം തുടരുമ്പോഴാണ് പിശകുകൾ നിറഞ്ഞ കരടു പട്ടിക പുറത്തായത്. കൈത്താങ്ങ് നൽകേണ്ട സംവിധാനം ഗൗരവമില്ലാതെ പെരുമാറിയതെന്ന നിരാശയാണ് ദുരന്തബാധിതർക്കുള്ളത്. പുനരധിവാസത്തിനുള്ള കരടു പട്ടിക വിവാദമായ സാഹചര്യത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 ചേരും. വിവരങ്ങളുമായി വയനാട്ടിലെ പുത്തുമലയിൽ നിന്നിപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. ഹാഷ്മിയും അവിടെ സഞ്ചരിക്കുമ്പോൾ ആ ആശങ്ക പറയുന്നുണ്ട്, അവരുടെ ദൈന്യത നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷ വെക്കുകയാണോ അവരിപ്പോൾ, ഹാഷ്മി? ഉന്മേഷ്, ഉറപ്പായും അവർക്ക് മന്ത്രിസഭാ യോഗത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉണ്ടാവുന്നത് കൊടിയ നിരാശയുടെ പിന്തുടർച്ചയിലാണ്. ഉന്മേഷ്, നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്ത് നല്ല ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ദുരന്തങ്ങളിലൊന്ന്, ലോകത്തിന് വല്ല മാതൃകയായ വലിയ പുനരധിവാസ പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കും എന്ന് മന്ത്രിമാർ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ സത്യമാണെന്ന് അവർ വിശ്വസിച്ചു, നമ്മളും വിശ്വസിച്ചു. പക്ഷേ ദുരന്തത്തിൻ്റെ 4 മാസം പൂർത്തിയാകാതെ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ആ ദുരന്തത്തിൽപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടവർ, അച്ഛനെയും മക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ദുരന്തത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷികൾ മുന്നോട്ടുള്ള വഴി എന്താണ് എന്ന പകപ്പിൽ മുന്നിൽ ഒരു ഇരുൾ വഴിയിൽ അങ്ങനെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതിലേറ്റവും ഒടുവിൽ അവർക്ക് ദീർഘനാളെ ആശങ്കകളുണ്ടാവും നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷേ ആശങ്ക ഇത്രത്തോളം കനത്താകാനുള്ള കാരണം ഉന്മേഷ് നേരത്തെ പറഞ്ഞ ആ ഗുണഭോക്താക്കളുടെ കരട് പട്ടിക തന്നെയാണ്. ആ കരട് പട്ടിക ഇത് ഇത്രനാൾ ദീർഘമായി പഠിച്ച് 5-ാം മാസം പൂർത്തിയാകാൻ പോകുമ്പോൾ പുറത്തു വരുന്ന കരട് പട്ടികയാണ്. ആ കരട് പട്ടിക അത്രത്തോളം സീരിയസ് പത്രികയാണ്. അതിന് കാരണം ഒരു മാനിഫെസ്റ്റോ ആണ്. കാര്യം അതിനെ അടിത്തറയാക്കി വേണം പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നതിൻ്റെ ആദ്യ ദിശാസൂചികയാകേണ്ട ഒന്നാണ്. അത്രമാത്രം ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അതാണ് ഈ കുഞ്ഞുകളി എന്ന് പറയുന്ന മട്ടിൽ 1-2 ഇരട്ടിപ്പല്ല, 11-ാം വാർഡിൽ 190 പേരുടെ ഉൾപ്പെടുത്തിയതിൽ 70-ലധികം ഇരട്ടിപ്പെന്ന് പറയുമ്പോൾ എത്രത്തോളം ജാഗ്രതയില്ലാതെ, എത്രത്തോളം നിസ്സാരമായി ആ പട്ടികയെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം മന്ത്രിമാർ പറയുന്നത് അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അത് 15 ദിവസം അത് പരാതി കേൾക്കാനുള്ള സംവിധാനമുണ്ട്, സൗകര്യമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ ആലോചിക്കേണ്ടത് സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ആ പേപ്പർ തന്നെ അങ്ങനെ അടിമുടി അപാകതയെ ഒരു അബദ്ധ പഞ്ചാംഗമായി അങ്ങേയറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ദുരന്തബാധിതർക്ക് മേൽ അടുത്തൊരിടുത്തി വീഴുന്ന മട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ പട്ടിക ഉണ്ടാക്കുന്ന നിരാശ ചെറുതയല്ല. അത് നമ്മളോട് ആവർത്തിച്ച് കാണുന്നവരൊക്കെയും പറയുന്നുണ്ടായിരുന്നു. അർഹതപ്പെട്ടവരൊന്നും ആ പട്ടികയിലില്ല. ഒരു വീട്ടിലെ തന്നെ 4 പേരുടെ പേരിലൊക്കെ, ഒരാളുടെ പേരിൽ തന്നെ 3-4 വീടുകൾ ഒക്കെയുള്ള പട്ടിക നമ്മളെ കാണിച്ചു തന്നു അവർ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങൾ തങ്ങളെ ഇത്രമേൽ നെഗ്ലക്റ്റ് ചെയ്യുന്നത് എന്നൊരു വേദന അവർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ മറുപടി ഇല്ലാത്തവരായി മാറുന്നു. ഉന്മേഷ്, ഇന്ന് വൈകിട്ട് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലേക്ക് ആകാംക്ഷപൂർവ്വം പ്രതീക്ഷാപൂർവ്വം അവർ നോക്കുന്നുണ്ട്. കാര്യം അതിലൊരു പരിഹാരം സാധാരണത്തിൽ വെള്ളിയാഴ്ചയാണ് മന്ത്രിസഭാ യോഗം. ഇന്നലെ ഇപ്പോൾ ആ കരട് പട്ടികയിലുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് തന്നെയാകണം ആ മന്ത്രിസഭാ യോഗം. ഇവിടെ നമ്മൾ രാവിലെ മുതൽ പറയുന്ന ആ ദുരന്തബാധിതർ, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമേ ഇല്ല. ആ ദുരന്തബാധിതർ അവർ നേരിട്ട ദുരിതം പറയുന്നത് ഉറപ്പായും സർക്കാർ സംവിധാനങ്ങൾ കേട്ടിരിക്കണം. ആ ദുരന്തബാധിതരെ കേട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊള്ളാവുന്ന തീരുമാനങ്ങൾ ആ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്കും അവർക്ക് വേണ്ടി പ്രതീക്ഷിക്കാം. ഉന്മേഷ്. ശരി ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിശദാംശങ്ങൾ നൽകിയത്.